പിതാവ് എപ്പോഴും സുസ്മേരവദനനാണ്, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. കൂവക്കാട് പിതാവ് ഉറക്കത്തിലും പുഞ്ചിരിക്കുമോ എന്നൊരു ചോദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ചോദിച്ചിട്ടുള്ളതാണോ? എന്താണ് അങ്ങയുടെ ഈ ഒരു പെർപെച്വൽ സ്മൈലിൻ്റെ പിന്നിലുള്ള രഹസ്യം? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കറിയാം, പിതാവിൻ്റെ ആദ്യത്തെ പ്രധാനമായിട്ടുള്ള തിരുവെഴുത്ത് തന്നെ സുവിശേഷത്തിൻ്റെ ആനന്ദം. പിതാവ് എപ്പോഴും അങ്ങനെ മിശിഹായുടെ സ്നേഹത്തിൻ്റെ സന്തോഷം പരത്താൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. പിതാവ് ഞാൻ അവിടെ വത്തിക്കാനിലെ ശുശ്രൂഷയിലെ വത്തിക്കാൻ്റെ കേന്ദ്ര കാര്യാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ അവസരത്തിൽ ഈ ബുധനാഴ്ച ഉള്ള മാർപ്പാപ്പമാരുടെ പേപ്പൽ ഓഡിയൻസ്, ആ സമയത്ത് എനിക്ക് പിതാവിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു സംഗ്രഹം വായിക്കാനുള്ള അവസരം, ഇംഗ്ലീഷ് ഭാഷയിൽ വായിക്കാനുള്ള അവസരം പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിതാവ് വരുന്ന അവസരത്തിൽ ഞങ്ങളങ്ങനെ വായിക്കാനുള്ള വൈദികരെയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അൽമായരോ അങ്ങനെ ഓരോ ഭാഷയിലുള്ളവർ ഉണ്ട്, വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവർ, അവരെ പിതാവ് ഗ്രീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരവസരത്തിൽ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് പിതാവ് അങ്ങനെ ചോദിച്ചത്. എനിക്കൊരു പക്ഷേ സ്വാഭാവികമായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയതായിരിക്കണം, എൻ്റെ ചാച്ചനിൽ നിന്നൊക്കെ ലഭിച്ചതായിരിക്കണം. ഏതായാലും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതം എനിക്ക് അങ്ങനെയുണ്ട്. അത് കൂടുതൽ അതിനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ കൂടുതൽ വിലമതിച്ചു എന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഇങ്ങനെ വൈദികനായിട്ടിരിക്കെ ഒരവസരത്തിൽ എൻ്റെ സുപ്പീരിയറായിട്ടുള്ള ആർച്ച് ബിഷപ്പാണ് എന്നെ വിളിച്ച് എന്നോട് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രകളുടെ ഉത്തരവാദിത്വം താങ്കളെ ഏൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് അതിനുള്ള കഴിവ് കൊണ്ടൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, മാർപ്പാപ്പയോട് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, എപ്പോഴും പുഞ്ചിരിക്കുന്ന അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവനെ തന്നെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായിട്ട് പിതാവ് അങ്ങനെ വീണ്ടും അങ്ങനെ അത് കേൾക്കുന്നത്. അതുകൂടാതെ പല അവസരങ്ങളിലും ഏതെങ്കിലും രാഷ്ട്രതലവന്മാർ വരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ഇറ്റാലിയിലേക്കും ഇറ്റാലിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തർജ്ജമയ്ക്ക് വേണ്ടി ചില അവസരങ്ങളിൽ മാർപ്പാപ്പയോടൊത്ത് ഇങ്ങനെ അടുത്തിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ചില അവസരങ്ങളിൽ പിതാവ് തന്നെ പല തമാശകളും പറയും. അത് കേട്ട് ഞാനും അതിൽ പങ്കുചേരുമ്പോൾ പിതാവ് ചോദിക്കാതെ തർജ്ജമക്കാരനും ഇത് ആസ്വദിക്കുന്നുണ്ടെന്ന് പിതാവ് പറയുമായിരുന്നു. അങ്ങനെ ഒരു സ്വാഭാവികമായൊരു ബന്ധം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടാകും. പിതാവ് എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ പ്രസംഗങ്ങളിലും പിതാവിൻ്റെ ആഹ്വാനങ്ങളിലെല്ലാം വളരെ അടിസ്ഥാനപരമായിട്ട്, പ്രത്യേകിച്ച് ഈ സമർപ്പിത ജീവിതത്തിലുള്ളവരോടും വൈദികരോടും ഒക്കെ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, സൗമ്യതയോടെ സ്നേഹത്തോടെ സുഷ്മേരവദനായിട്ട് പെരുമാറണം എന്നുള്ള പിതാവിൻ്റെ ഒരു ശൈലിയാണ്. അത് പിതാവും ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പുരോഹിതൻ എന്നുള്ള നിലയിൽ നിന്ന് കാർഡിനലിലേക്കുള്ളൊരു എലിവേഷൻ വളരെ ഒരു സ്പെഷ്യലായിരുന്നു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എല്ലാവർക്കും. അതിന് പ്രത്യേക എന്തെങ്കിലും കാരണമാണ്? സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടെങ്കിൽ പോലും വളരെ റെയറായി മാത്രം സംഭവിക്കുന്നതാണ്. ഈവൻ ഒരു പുരോഹിതന് മാർപ്പാപ്പ പോലും ആകാനുള്ളൊരു സാധ്യത സഭയിലുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു പിന്നിലെ? അതിൻ്റെ വിസ്മയം ഇപ്പോഴും എന്നിൽ വിട്ടുമാറിയിട്ടില്ല. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവ് അങ്ങനെ അടുത്തുള്ള അനുഗമിക്കുന്ന വ്യക്തികളെ ഓരോ 3 വർഷം, പ്രത്യേകിച്ച് പിതാവിനെ സഹായിച്ചുകൊണ്ടിരുന്ന സെക്രട്ടറിമാരായിട്ടുള്ള വൈദികർ, അവരെ ഓരോ 3 വർഷത്തിലോ 4 വർഷമോ കൂടുമ്പോൾ മാറ്റുമായിരുന്നു. അപ്പം നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ശുശ്രൂഷ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ പടിപടിയായിട്ട് ഉയർന്ന് എന്തെങ്കിലും ആകാം എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷയുടെയും ആധ്യാത്മികതയുടെയും ഒരു അടിസ്ഥാന ചിന്തയായിട്ട് മാറരുതെന്ന് നിർബന്ധമുള്ളൊരു പിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ എന്നോട് സംബന്ധിച്ച് പലരും ചോദിക്കുമായിരുന്നു, ഇപ്പോൾ ഈ മാർപ്പാപ്പയുടെ ഇത്ര അടുത്തൊക്കെ ചെല്ലാൻ പറ്റും, ഇനി എന്നാ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഒന്നും പ്രതീക്ഷിക്കുന്നത്, കാരണം പിതാവിൻ്റെ ശൈലി ആയതുകൊണ്ട് നമ്മളിൽ തിരിച്ച് ഏതെങ്കിലും, ഞാൻ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു, ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് 5 വർഷം കഴിയുമ്പോൾ അയക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നുള്ളൂ.
പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷകൾ ഇല്ലായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും അധികം വിനയത്തോടുകൂടി വളരെ സ്വാഭാവികതയോടുകൂടി പ്രത്യേകിച്ച് ഏറ്റവും വിനയാന്വിതരെ ചേർത്ത് പിടിച്ച ഒരു മാർപ്പാപ്പയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരായിട്ടുള്ളവർ. നമ്മൾ യാത്രകളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യാത്രകളിലൊക്കെ പിതാവ് ആളുകളെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. പ്രധാനമന്ത്രി തൊട്ട് താഴെ, അതുപോലെ വിവിധ നയതന്ത്രജ്ഞർ, നമ്മളെ സഹായിച്ച ആളുകൾ, ഈ ഉപകാരികളായിട്ടുള്ളവർ. പക്ഷേ പിതാവ് അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ പിതാവിനെ കാത്തു നിൽക്കുന്ന എളിയവരായ മനുഷ്യരുടെ അടുത്ത് പിതാവ് വളരെ സ്വാഭാവികതയോടുകൂടി അവരെ ചില അവസരങ്ങളിൽ പോലും വിളിച്ച്, അല്ലെങ്കിൽ പിതാവ് പറയും എനിക്ക് അവരെ പോയി കാണണമെന്ന് പറഞ്ഞ്, നമ്മൾ നിസ്സാര ഒരു കാര്യമല്ലത്. കാരണം നമുക്ക് വ്യക്തമായ സുരക്ഷിതത്വ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറുക, ഒരു വഴിവിട്ട് മാറുക എന്ന് പറയുമ്പം അതൊരു ബുദ്ധിമുട്ടുണ്ട് വേറൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ. പക്ഷെ അത് പിതാവ് കാണുന്നു, എവിടെ നിൽക്കുന്നു, എളിയവരോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അംഗവൈകല്യമുള്ളവരോ അങ്ങനെ പ്രായമായിട്ടുള്ളവരെ കണ്ടു കഴിയുമ്പോൾ പിതാവ് സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് പോകാൻ പ്രോട്ടോക്കോളൊക്കെ മാറ്റി പിതാവ് പോകുന്ന ആ ഒരു കണ്ണ് തന്നെയാണ് എന്നെ കർദിനാളാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും സെമിനാരി പഠനത്തിന് ശേഷം എൻ്റെ എളിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവരുള്ള മിശിഹാ സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നം നമുക്ക് ജീവിതത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടവകയിലിരുന്നു കൊണ്ട് പാവപ്പെട്ടവർക്ക് ജീവിക്കുക എന്നുള്ളൊരു സ്വപ്നം, അങ്ങനെ ഒരു സ്വപ്നം ആണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നെ പഠിക്കാൻ വേണ്ടി അഭിവന്യ പൗത്യ പിതാവ് റോമിലേക്ക് വിടാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, പിതാവ് എനിക്കങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ പാവപ്പെട്ടവരുടെ അടുത്തായിരിക്കുകയാണ് സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, വൈദികനാകാൻ, സെമിനാരിക്കാരനാണ്, വൈദികനായി പഠിക്കാനായിട്ട് ദൈവശാസ്ത്രം പഠിക്കണം, അത് റോമിൽ പഠിച്ചിട്ട് തിരിച്ചു പോരെ എന്ന് പറഞ്ഞു വിട്ട് ആ ഒരു യാത്ര നമ്മൾ സെമിനാരിയിൽ സ്വപ്നം കണ്ട അതേ ആധ്യാത്മികതയുടെ വലിയ ഔന്നത്യത്തിൽ ജീവിക്കുന്ന ഒരു മാർപ്പാപ്പയുടെ അടുത്ത് എത്തിച്ചെല്ലാൻ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു അനുസരണത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കും. ഒരു പക്ഷേ പിതാവിന് അന്ന് ഏതെങ്കിലും ഒരു തടസ്സം പറഞ്ഞു വേണമെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ അന്നത് പൗത്യ പിതാവ് പറഞ്ഞൊരു കാര്യം അനുസരിച്ചത് കൊണ്ട് ഇന്ന് ദൈവം വേറൊരു വഴിയിൽ ഇങ്ങനെ ഉയർത്തി. അങ്ങനെ അതൊരു വലിയൊരു ദൈവാനുഗ്രഹം കൂടിയായിരുന്നു നമ്മളുടെ അന്നത്തെ കാലഘട്ടത്തിൽ. അതായത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ഒരു സെമിനാരിക്കാരനെ പഠിക്കാൻ വേണ്ടി വിടാനായിട്ട് തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു തീരുമാനവും കൂടിയായിരുന്നു. അപ്പോഴെങ്കിലും നമ്മളുടെ ഇഷ്ടം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞു എന്ന്. പക്ഷേ പിതാവ് പറഞ്ഞു, ദൈവശാസ്ത്രം ഇപ്പോൾ പഠിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു വിട്ട ഒരു വഴി. പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം അങ്ങ് വളരെ വാചാലനായി സംസാരിച്ചു. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ധാരാളം വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ സ്വാധീനിച്ച് മൺമറഞ്ഞു പോയ ഒരു ഭാഗ്യസ്മരണനായ പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പം അദ്ദേഹത്തോടടുത്ത് ഇത്രയും അടുത്തിടപഴകാനും ശുശ്രൂഷ ചെയ്യാനും ഒക്കെ അങ്ങേക്കൊരു പിതാവിനും ഭാഗ്യം ലഭിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങേ കാർഡിനലായി എലിവേറ്റ് ചെയ്യുന്നത് അങ്ങേക്ക് പോലും സർപ്രൈസ് ആയിരുന്നു, ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങേക്കൊരു ആദ്യം ഒരു ഉപദേശം തന്നു എന്ന് പറഞ്ഞു. അത് ഉപദേശവും ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ അങ്ങ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? പരിശുദ്ധ പിതാവ്, ഞാൻ കർദിനാളായ അവസരത്തിൽ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടിട്ടും പിതാവ് എന്നോട് ഇതൊന്നും സൂചിപ്പിച്ചേ ഇല്ല. നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ റോമിലേക്ക് ഉള്ളപ്പോൾ അതിന് ഇറ്റലിക്ക് പുറത്തേക്ക് പോകുമ്പോഴെല്ലാം പിതാവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവിനോട് പറഞ്ഞു, ഞാനിങ്ങനെ എനിക്ക് ഒരു യാത്രയുണ്ട്. അപ്പോൾ പിതാവിനോട് ചോദിച്ചു, 2 ദിവസം കഴിഞ്ഞ് പിതാവ് പുതിയ കർദിനാളന്മാരെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്, അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ. എന്നോട് ചോദിച്ചു, അന്ന് ഇവിടെ കാണുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇല്ല പിതാവ്, ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരികയുള്ളൂ. എങ്കിൽ നല്ല യാത്ര എന്ന് പറഞ്ഞ് എന്നെ യാത്രയാക്കി. ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം സ്പെയിനിൽ വൈകുന്നേരം എത്തി. ഞായറാഴ്ച ദിവസം രാവിലെ കുർബാനയും അന്നൊരു 11 മണിക്കുള്ളൊരു കുർബാനയും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് പലരും എന്നെ വിളിക്കുകയും മെസ്സേജുകൾ വരികയും ചെയ്യുന്നത്.
അപ്പോൾ ഞാനൊരു എൻ്റെ കൂട്ടുകാരനൊരാൾ വിളിച്ചപ്പോൾ എന്തെങ്കിലും പ്രധാന കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എടുത്തപ്പോഴാണ് അറിയുന്നത് ഇപ്രകാരം. നേരിട്ടൊരു അറിയിപ്പില്ല, ഞാൻ 2 ദിവസം മുമ്പ് കണ്ടെങ്കിലും. അപ്പോഴേ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുപേരൊക്കെ ഇന്ത്യക്കാരൻ്റെ വീട്ടുപേര് അമേരിക്കക്കാരനായിരുന്നു, US നിന്നുള്ള ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിനക്ക് കേട്ടത് തെറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല, പിതാവ് പറഞ്ഞു ഞാൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഓഡിയോ കേൾപ്പിച്ചു. തന്നെയല്ല, പിതാവ് പേര് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം കൂടെ പറയുന്നുണ്ട്. അപ്പോസ്തലിക യാത്രകളിലെ ഉത്തരവാദിത്വമുള്ള ആളെന്നുകൂടി പിതാവെന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. ഡൈക്കാസ്ട്രി ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗ് എന്ന് പറയുമ്പോൾ ഒരു ഫെയ്ത്ത് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു എലമെൻ്റായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ശരിക്കും ഈ ഡൈക്കാസ്ട്രി ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിൻ്റെ പർപ്പസ് എന്താണ്, മിഷൻ എന്താണ് ശരിക്കും? ഒറ്റ വാക്കി പറഞ്ഞാൽ നമുക്ക് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സഭയുടെ ഔദ്യോഗിക തീരുമാനമാണ് ഇത്. അതായത് സഭാമാതാവിൻ്റെ ആദരവ്, ആധ്യാത്മികത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ടെന്നും അതിനെ സഭാമാതാവ് ആദരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, അങ്ങനെയെങ്കിൽ നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്. അപ്പോൾ നമുക്കുള്ള പൊതുവായിട്ടുള്ള മനുഷ്യത്വം നമ്മൾ അംഗീകരിക്കുകയും ലോകസമാധാനത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക. പിതാവാണ് സിറോ മലബാർ സഭയിൽ നിന്ന് ആദ്യമായി ഒരു ഡൈക്കാസ്ട്രിയുടെ പിതാവായിട്ട് ഒത്തിരി അഭിമാനമുണ്ട്, ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പിതാവ് ശാലോം വേൾഡ് TV-യിൽ അങ്ങ് ഈ സമയം ഞങ്ങൾക്ക് തന്നതിനും ഞങ്ങളുടെ മീഡിയ ഇവാഞ്ചലൈസേഷനുള്ള ഞങ്ങളുടെ അൽമായരുടെ ശുശ്രൂഷയാണ് ഇതെന്ന് അങ്ങേക്കറിയാം. അപ്പം ഈ ശുശ്രൂഷയിലും അങ്ങയുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ചോദിക്കുന്നു. അപ്പം പിതാവ് ഒത്തിരി സന്തോഷം. ശാലോം വേൾഡിനും ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടിയൊക്കെ സമയം കണ്ടെത്തിയതിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.